എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പുതിയ 2 അഡ്മിഷൻ കൂടി മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഗൈസ് ഇത്തവണ വന്നിരിക്കുന്നത്. എന്റെ കർത്താവ്, ഇതിനൊന്നും അറുതിയില്ലയോ? ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിൽ കയറ്റും. നീ കുറെ ഉണ്ടാക്കുന്നു. തിങ്കളാഴ്ച ഒരു പീഡന കേസോട് നേരിടാൻ തയ്യാറായിക്കോ? ഒരു കാര്യമില്ല, 40ഓളം കേസായിട്ടുണ്ട് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ വീട്ടിൽ. യവന്മാർ അന്വേഷിച്ചിട്ട് ഏതെങ്കിലും കേസ് ഒരെണ്ണത്തിലെങ്കിലും എന്തരേലും ഒരു തുമ്പ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ ചെല്ല്. കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ. കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകി. മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ. എന്റെ ഭാര്യയെ പോയൊന്നും മര്യാദയ്ക്ക്. ബിജു സോമാനും അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് തെറിവിളിക്കാൻ മാത്രമായോടാ നീ? ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടുള്ള ട്രാപ്പ് വല്ലതും ആണോ? രണ്ടുപേരെ ഒരുമിച്ച് കൊടുക്കാനുള്ള ട്രാപ്പ് വല്ലതും ആണോ? ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, പ്രമുഖ നടി എന്ന് മാത്രമേ ഉള്ളൂ. നടിക്ക് പേരില്ല, വിലാസമില്ല, നാടില്ല, ഊരില്ല. പക്ഷെ നടന്മാർക്ക് പേരുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടാ അതെന്നാ പരിപാടിയുടെ പോയി വെടിവെന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? നടന്മാര് ചെയ്തു എന്നുള്ള തരത്തില് പേരും പുറത്തുവിട്ട് എല്ലാം പുറത്തുവിട്ട്. പക്ഷെ നടി നാളെ അവള് പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ. അല്ല, ഇപ്പൊ പെമ്പിളേരെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പക്ഷെ നടിക്ക് പേര് മാത്രം. ഇതാണ് ഈ കോണാത്തിലെ നിയമം. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ട നിയമം ഇതാണ്. ആണിന് ഒരു വിലയുമില്ല. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കണത്? അവന്റെയൊക്കെ ഒടുക്കത്തെ വകുപ്പ്. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആത്മഹത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണുങ്ങളാണ്. കാര്യം അവിഹിതം എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നറിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഇതുണ്ടായിരുന്നു. പെണ്ണ് വന്ന് കരഞ്ഞു കാണിച്ചാൽ കംപ്ലീറ്റ് സപ്പോർട്ട് പെണ്ണിനെ പറയ പോകും. പെണ്ണ് പോയി അവിടെ കണ്ണീര് കണ്ടപ്പോ ഒക്കെ നീ അങ്ങോട്ട് വിശ്വസിച്ചു. അതെ. ഓ, നീ ഒരു മരമണ്ടൻ തന്നെ. എടാ, ഒരു പെണ്ണ് വിചാരിച്ച കണ്ണീര് വരുത്താൻ വലിയ പാടൊന്നും ഇല്ല. പെണ്ണ് പോയൊരു പരാതി കൊടുത്ത കംപ്ലീറ്റ് നിയമവും പെണ്ണിന്റെ പറയപ്പോ. ആണിനെവിടെ പട്ടിയുടെ വിലയില്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ പൂങ്കണ്ണീര് കണ്ട് വീഴാത്തവനാ ശരിക്കുള്ള ആണ്. നീയൊക്കെ വെറും പെങ്കോന്തൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് നീക്കം ചെയ്ത ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കും, മറ്റന്നാൾ പുറത്തുവിട്ടേക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പുറത്തുവിടും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. അടുത്ത നിമിഷം പൊട്ടിച്ചൊന്നും വിടൂല. മുകേഷ്, സിദ്ദീഖ്, ഇടവേള ബാബു, ജയസൂര്യ, നിവിൻ പോളി, അങ്ങനെ എത്രയോ നടന്മാരുടെ പേരില് കേസ് വന്നു. ഇത് കഴിഞ്ഞില്ലേ? നും SP ശ്രീകുമാറിനുമെതിരെയാണ് ലൈംഗികാതിക്രമ പരാതി ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രമുഖ സീരിയൽ നടി തന്നെയാണ് പരാതി നൽകിയത്. കൊച്ചിയിലെ ചിത്രീകരണത്തിനിടെ മോശമായി പെരുമാറി എന്നുള്ള പരാതിയാണ് ഉള്ളത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്താണോ ഇത്? ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട്. എപ്പോഴും പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. പെണ്ണിന് ഇവിടെ ഇക്വാളിറ്റി ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ റീസണും പെണ്ണ് തന്നെയാണ്. പെണ്ണിന് സമൂഹത്തിൽ ദിനം വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലത്തെ ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. നടന്മാരായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗിക അതിക്രമണം പോലെ ആ പെണ്ണിന്റെ മുമ്പിൽ ഇവൻ നിന്ന് പരിങ്ങിയപ്പോ അരവിന്ദൻ ചെന്നവരെ നല്ല ചീത്ത വിളിച്ചു. അതിന്റെ ചുരുക്കാണ് ആ പ്രേമരോഗികൾക്ക്. അരവിന്ദൻ വെറും നിരപരാധിയാണ്.